ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ സ്റ്റൈലിൽ അയലമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു വലിയുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ മസാലകൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് അയിലമീനാണ്. അപ്പോൾ അയിലമീൻ ഇവിടെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും ഏകദേശം ഒന്ന് മൂപ്പായി വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും വലിയുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഓരോരുത്തർക്ക് എത്രത്തോളം ഉപ്പാണ് എന്നുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ എനിക്ക് അധികം ഉപ്പ് വേണമെന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി ഇപ്പം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ ഒന്ന് വാടിയിട്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളി കിടന്ന് നന്നായിട്ട് വേവണം. അതേ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് മസാലപ്പൊടികൾ വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. നമുക്ക് ഈ പൊടിയെല്ലാം കൂടി നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. നമുക്കതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലോണം കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മീനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറി ഏകദേശമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു അയലമീൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, പെട്ടെന്ന് റെഡിയാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു സ്മെല്ലും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, താങ്ക്